ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മസാലക്കറി റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ കറിയേക്കാളും ടേസ്റ്റ് തോന്നിക്കുന്ന ഈ ഒരു ഫിഷ് കറി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 300 ഗ്രാം കേദർ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ മീൻ കഷ്ണങ്ങളിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഞാനിവിടെ ഒരു പിടി വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പിഴിഞ്ഞിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് പുളിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഈ മസാലപ്പൊടികളൊക്കെ പുളിവെള്ളത്തിൽ നല്ല പോലെ കലർന്ന് കിട്ടും. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് ഉലുവ, പിന്നെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉലുവ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, കൂടി പോകരുത്. കൂടി പോവുകയാണെങ്കിൽ കറി കഴിക്കും. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫിഷ് കറികളിലൊക്കെ ചെറിയുള്ളി വഴറ്റി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ചോറിനൊപ്പം മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം, ദോശ എന്തിൻ്റെ കൂടെ കഴിക്കാനും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണിത്. ഇനി നമുക്കിതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഈ കറി അത്യാവശ്യം തിക്കായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോഴത്തെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കേദർ, സൂത, അയക്കോറ, അതുപോലെ നെയ്മീൻ, ഇങ്ങനെയുള്ള മീനൊക്കെ ആട്ടോ ഈ ഒരു രീതിയിൽ കറി വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഫിഷൊക്കെ നന്നായി ഒന്ന് കുക്കായി വരട്ടെ. ഞാൻ കറി ഒന്ന് തുറന്നു നോക്കുകയാണ്. നന്നായി തിളച്ച് വരുന്നേ ഉള്ളൂ. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം. മീനൊക്കെ ഒന്നുകൂടി കുക്കായി വരട്ടെ. ഇനി നമുക്കൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ സ്പെഷ്യൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോഴത്തെ കറിയൊക്കെ നന്നായി തിളച്ച് കുറുക്കി വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഈ ഒരു മീൻ അത്യാവശ്യം വേവുള്ള മീൻ തന്നെയാണ്. കേദർ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണിത്. ഇതുപോലെ മസാലക്കറി ഉണ്ടാക്കാനും ഫ്രൈ ചെയ്യാനൊക്കെ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 1/4 പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ കൂടി ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പുള്ളൊരു ഗ്രേവി ആവും. ഇനി നമുക്കിതിലോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ മസാല ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാല കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഒരു ചിക്കൻ ഗ്രേവിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വാങ്ങി വയ്ക്കാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ഫിഷ് മസാല കറി റെഡി. നോക്കി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഉറുന്നില്ലേ. ഇരിക്കും തോറും ഈ ഒരു കറിയുടെ ടേസ്റ്റ് കൂടി വരേയുള്ളൂ. കണ്ടോ, നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയാണ് ഇതിന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫിഷ് മസാല കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.